ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ജനന സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, നമ്മുടെ പല കുട്ടികളുടെയും ജനന സർട്ടിഫിക്കറ്റിൽ കുട്ടിയുടെ പിതാവിൻ്റെ പേര് തെറ്റ്, മാതാവിൻ്റെ പേര് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും നമ്മളെ സമീപിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മുടെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്കറിയാം, മിക്ക ഡെലിവറികളും ജനനം നടക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇത് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് വെച്ച് ഞാൻ ഹോസ്പിറ്റലിലെ സ്റ്റാഫുകളെ കുറ്റപ്പെടുത്തുകയല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർ നമ്മളോട് പറയും, നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, നിങ്ങളെ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യാനാണ്, നിങ്ങളെ കുട്ടിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോരുന്നതിന് മുമ്പ് സിസ്റ്റർ വന്ന് നമ്മോട് പറയും. അപ്പോൾ നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നമ്മളെ കയ്യിൽ കിട്ടിയ ഒരു രേഖയുമായി ചെന്ന് നമ്മൾ ജനനം രജിസ്റ്റർ ചെയ്യും. ഉദാഹരണം പറയാം, സ്കൂൾ സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാളാണെങ്കിൽ പോലും, അല്ലെങ്കിൽ SLC ഉള്ള ഒരാളാണെങ്കിൽ പോലും, കയ്യിൽ കിട്ടിയത് ആധാർ ആണെങ്കിൽ ആ ആധാർ വെച്ചിട്ട് നമ്മൾ ഈ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്യും. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് നോക്കുന്ന സമയത്ത് എൻ്റെ കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തപ്പോൾ പിതാവിൻ്റെ പേര് ചെറിയ തെറ്റ് സംഭവിച്ചു പോയി, മാതാവിൻ്റെ പേര് തെറ്റ് സംഭവിച്ചു പോയി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇതിന് കുറച്ചൊക്കെ കാരണക്കാർ നമ്മൾ കൂടിയാണെന്നാണ് ഞാൻ പറയുന്നത്. തെറ്റ് സംഭവിക്കാം, കാരണം സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുമ്പോൾ എല്ലാവരും മനുഷ്യരാണ്, തെറ്റുകൾ മനുഷ്യ സഹജമാണ്, തെറ്റുകൾ സംഭവിക്കാം. എങ്കിലും കുറേ തെറ്റുകൾ നമ്മളാൽ ഉണ്ടാക്കുന്നതാണ്. അതായത് എനിക്ക് നിർബന്ധമായിട്ടും പറയാനുള്ളത്, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്താൻ വേണ്ടി സംസാരിക്കുകയല്ല കേട്ടോ, അങ്ങനെയല്ല, നമ്മൾ അറിവിലേക്കായിട്ട് പറയുകയാണ്. അതായത് നമുക്കൊരു പുതിയ കുട്ടി ജനിച്ച് നമ്മളെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോസ്പിറ്റലിൽ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് കയ്യിൽ കിട്ടുന്ന രേഖ കൊടുക്കാതെ നിർബന്ധമായിട്ടും സ്കൂൾ സർട്ടിഫിക്കറ്റുള്ള ആളുകൾ സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം രക്ഷിതാവിൻ്റെ രേഖകൾ അല്ലെങ്കിൽ മാതാവിൻ്റെയും പിതാവിൻ്റെയും രേഖ എന്ന് പറയുന്നത്, ആധികാരിക രേഖ എന്ന് പറയുന്നത് സ്കൂൾ സർട്ടിഫിക്കറ്റാണ്. നിങ്ങളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ SLCയിൽ എന്താണ് നിങ്ങളുടെ പേര്, പിതാവിൻ്റെ പേര് എങ്ങനെയാണോ അത് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും അതുപോലെ തന്നെ വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളെ സ്കൂൾ സർട്ടിഫിക്കറ്റാണ് നിങ്ങൾ രജിസ്ട്രേഷന് വേണ്ടി കൊടുക്കേണ്ടത്. മാതാവിൻ്റെ പേരും അതുപോലെ തന്നെ അവരെ സ്കൂൾ സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണ് അതുപോലെയുള്ള രേഖ, അതുപോലെ ആ പേര് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ വരണമെങ്കിൽ, എൻ്റർ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാതാവിൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ രേഖ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ കൊടുക്കുക. അത് SLC ഉള്ളവർ SLC കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങിയവരുണ്ടെങ്കിൽ ആ എക്സ്ട്രാക്റ്റ് കോപ്പി ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇവിടെയും ഒരു പ്രശ്നം എന്താ വെച്ചാൽ, നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി അവസാനം നമ്മൾ ചെയ്യുക. പല ആളുകളും, ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ, എല്ലാ രേഖകളും ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും പേരും അഡ്രസ്സും ഒക്കെ പല സ്ഥലങ്ങളും ഒരുവിധം സർക്കാരിൻ്റെ എല്ലാ രേഖയിലും കയറിയതിന് ശേഷമാണ് സ്കൂൾ സർട്ടിഫിക്കറ്റ് വാങ്ങുക. അപ്പോൾ അതന്നെ എങ്ങനെ വാങ്ങുക? ആവശ്യം വരുന്ന സമയത്ത്, അതായത് എനിക്കൊരു പാസ്പോർട്ട് എടുക്കണം എന്ന് പറഞ്ഞ് അവർ സ്കൂളിനെ സമീപിക്കുന്ന സമയത്ത് അവിടുന്ന് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുമ്പോഴാണ് പേരിൽ വ്യത്യാസങ്ങൾ കാണുന്നതും ഡേറ്റ് ഓഫ് ബർത്ത് വ്യത്യാസങ്ങളൊക്കെ അറിയുന്നത്. അപ്പോഴേക്കും നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാ രേഖയിലും കയറി. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കൂൾ കഴിയുന്നതോടുകൂടി നമ്മൾ SLC ഫെയിലായാലും പാസ്സായാലും ഒക്കെ എന്ത് ചെയ്യണം? ആ സർട്ടിഫിക്കറ്റ് വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി നമ്മളത് വാങ്ങിയിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പല ആളുകളും ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ വാങ്ങിയില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്ന ഉത്തരം എന്താ അറിയോ? അത് SLC അന്ന് തോറ്റുപോയി, പിന്നെ അപ്പോൾ അതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ. ആ പറഞ്ഞ ആളുകളൊക്കെ ഇപ്പം ഇന്ന് എന്താണ്, തോറ്റാലും കുഴപ്പമില്ലായിരുന്നു, ആ സർട്ടിഫിക്കറ്റ് കിട്ടാഞ്ഞല്ല മാർക്ക് കൊണ്ടുവന്ന് നടക്കുകയാണ്. അപ്പോൾ നമ്മൾ നല്ല ആലോചിക്കേണ്ടത്, കുട്ടികളുടെ ജനനം രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ടുപോവുക. ഇനി ഞാൻ മറ്റൊരു കാര്യം പറയും, ഇനിയിപ്പോൾ കുറേ ആളുകൾക്ക് കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ മാതാവിൻ്റെയും പിതാവിൻ്റെ ഒക്കെ പേര്, പാരൻസിൻ്റെ പേര് തെറ്റിയതായിട്ട് നമുക്ക് അറിയാൻ കഴിയുമല്ലോ. അപ്പോൾ അങ്ങനെ തെറ്റിയവർ ഞാൻ എന്താ ചെയ്യുക? ഏതായാലും ഇത് സംഭവിച്ചല്ലോ, ഈ സംഭവിച്ച കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം, ശരിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ ഈ കൂട്ടത്തിൽ പറയുന്നത്. അതിന് വേണ്ടത് ഇതേപോലെ തന്നെ മാതാവിൻ്റെയും പിതാവിൻ്റെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് സെൻറ്ററിൽ കൊണ്ടുവരണം. എന്നിട്ട് കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരിക. ശേഷം ഒരു 1 and same സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. ഈ 1 and same സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത്
രണ്ട് പേരും ഒരാൾ തന്നെയാണ് എന്നുള്ളതാണ്. ഉദാഹരണം പറയുകയാണ്, ഇപ്പം എൻ്റെ പേര് അബ്ദുൽ സലാം വി എന്നാണ് എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് എങ്കിൽ എൻ്റെ കുട്ടികളുടെ ജനന സർട്ടിഫിക്കറ്റിൽ വെറും അബ്ദുൽ സലാം എന്ന് മാത്രമുള്ളൂ. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, എൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അബ്ദുൽ സലാം വി എന്നാണല്ലോ, അപ്പോൾ എൻ്റെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിലും അബ്ദുൽ സലാം വി എന്ന് എനിക്ക് ആക്കണം എന്ന് പറഞ്ഞാണ് വരിക. അപ്പോൾ എന്ത് ചെയ്യണം? ഈ അബ്ദുൽ സലാം എന്ന് പറഞ്ഞ വ്യക്തിയും അബ്ദുൽ സലാം വി എന്ന് പറഞ്ഞ വ്യക്തിയും ഒന്ന് തന്നെയാണ്, ഒരാൾ തന്നെയാണ് എന്ന സർട്ടിഫിക്കറ്റിന് പറയുന്ന പേരാണ് വൺ ആൻഡ് ദി സെയിം സർട്ടിഫിക്കറ്റ്. ഓക്കെ, രണ്ടും ഒന്ന് തന്നെയാണെങ്കിൽ ഒരാൾ തന്നെയാണെന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ്. അത് നമ്മൾ പഴയ സിസ്റ്റം എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ രേഖകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ വില്ലേജ് ഓഫീസിലേക്ക് അപേക്ഷ വിടുകയായിരുന്നു. ഇപ്പോൾ വില്ലേജ് ഓഫീസിൽ നിന്നും വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളെ കയ്യിലൊരു ഫോം ഉണ്ട്. ആ ഫോം നല്ല തെറ്റാതെ വൈറ്റ്നറൊന്നും ഇടാൻ പാടില്ല, വളരെ ക്ലിയറായി ഭംഗിയായി ശരിക്കും ശ്രദ്ധിച്ച് പൂരിപ്പിച്ച് നമ്മളൊരു ഗസറ്റഡ് റാങ്കിലുള്ള ഒരാളെ കൊണ്ട് സാറെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് കൊടുന്ന് അത് രേഖയായി മാറി അത് ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, നമ്മൾ ഏത് സ്ഥലത്താണ് കുട്ടിയുടെ ജനനം രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഏത് മുനിസിപ്പാലിറ്റിയിലാണ്, അല്ലെങ്കിൽ ഏത് പഞ്ചായത്തിലാണ്, ഏത് കോർപ്പറേഷനിലാണ് കുട്ടി ജനിച്ചിട്ടുള്ളത്, അപ്പോൾ അവിടുന്ന് ആ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആ പഞ്ചായത്ത് അല്ലെങ്കിൽ ആ മുനിസിപ്പാലിറ്റിയാണ് നമുക്ക് ജനന സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഓൺലൈനായി ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിൻ്റെ പേര് അല്ലെങ്കിൽ മാതാവിൻ്റെ പേര് കറക്ഷൻ ചെയ്ത് തരണം, തിരുത്തി തരണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ അയക്കുകയാണ് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയറും കൂട്ടത്തിൽ ഞാൻ പറഞ്ഞു തന്നെയുള്ളൂ. അതിന് തെറ്റ് സംഭവിച്ചവർക്ക് തിരുത്താൻ ഇങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം എന്ന് ഞാനൊന്ന് എൻ്റെ ഫ്ലോ ഒന്ന് പറഞ്ഞു തന്നതാണ്. ഓക്കെ, അപ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. അതുവരെ നൗ സലാം ടെക് വറ്റ്ലൂർ സൈനിങ് ഔട്ട്. താങ്ക് യു.